ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, എന്തിനാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് എടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൂമെന്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Please guide me, universe. Please guide me, my spirit guide. Please guide me, my guardian angel. The viewers in the person current person in the ഷഫ്ലിംഗ് പാർട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. സ്ട്രെങ്ത് കാർഡ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്, the high priestess, the sun, the tower. എനിക്ക് തോന്നുന്നു ഇന്നലെ കണ്ട റീഡിംഗ് കണ്ടവർ തന്നെയാണ് ഇന്നത്തെ റീഡിംഗ് കാണുന്നത് എന്നുള്ളത്. നമുക്ക് ഇന്നലെ കിട്ടിയ അതേ സെയിം എറൗണ്ട് എല്ലാ കാർഡ്സുകളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ആ ഒരു എനർജി ഷിഫ്റ്റ് ആയിട്ടില്ല. അതായത് നിങ്ങൾ ഇന്നലെ കണ്ടവർ ആരൊക്കെയാണോ അവരുടെ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, എന്തിനാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകും. ഓക്കെ, അതായത് ഇന്നലത്തെ എനർജി എന്നൊരു ചേഞ്ചസും എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ കാണുന്നില്ല. നമ്മൾ ഇന്നലെ നോക്കിയത് ഫീലിങ്സ് ആണെങ്കിൽ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയത്, നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് ഇന്നലെ വന്ന കാർഡ്സ് ഒക്കെ വന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സണ്ണ്, ടവർ, ടെമ്പറൻസ് ഒക്കെ, ഹൈ പ്രീസ്റ്റസ് ഒക്കെ. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എംപറർ ആണ്. 9 ഓഫ് സോർഡ്സിന്റെ എനർജി ഉണ്ട്. ദ ഹയറോഫന്റ്, കിങ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, നല്ലൊരു സ്പ്രെഡാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തീർച്ചയായും കണ്ടുമുട്ടേണ്ട വ്യക്തികൾ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവരാണ്. റെയർലി ട്വിൻ ഫ്ലെയിം നമുക്ക് പറയാൻ പറ്റും. റെയർലി 0.11% നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻ ഫ്ലെയിം അങ്ങനെ എല്ലാവരിലും കാണുന്ന ഒരു കണക്ഷൻ അല്ല അത്. സോ സോൾമേറ്റ് കണക്ഷൻ അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ തീർച്ചയായും പറയാൻ പറ്റും. എന്തായാലും നിങ്ങളിത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടേണ്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ ചില ആൾക്കാണെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കാം കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ എടുക്കുക. ഓക്കെ, അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് ഒന്നിക്കൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ഇമോഷണലി വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാകുക എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണലി അവർക്കൊരു വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം.
അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ പേഴ്സണലി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം, അതായത് ലോസ് ഫീലിങ്സിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ആയിട്ടുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ടുള്ളത് എന്ന് കൂടി എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ മാച്ചാവണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അല്ലാത്തത് മറ്റ് പല ആൾക്കാരും ഈ റീഡിംഗ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഓരോരാൾക്കും ഓരോരോ സിറ്റുവേഷൻസും ഓരോരോ സിനാരിയോസും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ഇത് മാച്ചാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞത്, ഈ ഒരു വ്യക്തി ഒരു ലോസ് ഫീലിങ്സിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്കിടയിൽ ഫസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായ ഒരു ബന്ധം. അതിനുശേഷമാണ് ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇത് അധിക കാലമൊന്നും ആയിട്ടില്ല ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഒരു ബിലോ 6 months അല്ലെങ്കിൽ മാക്സിമം ഒരു 4 to 6 months അത്രയും, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കാം. അത്ര മാത്രമേ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ നിങ്ങൾ ഒരുപക്ഷെ കാണാത്തവരുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടുണ്ടാകില്ല. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് വഴി മാത്രമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം. ഒരു 60-70% ആൾക്കാരോളം എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും രണ്ട് സ്ഥലങ്ങളിലായിരിക്കാം. ഒന്നുകിൽ 2 കൺട്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 പ്ലേസിലായിരിക്കാം. അതായത് പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിക്കോ അതുപോലെ നിങ്ങൾക്കോ ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് മീൻസ് അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴുണ്ട് എന്നുള്ളതല്ല, ഓൾറെഡി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എതിർക്കുന്നുണ്ടാകാം. അതായത് ഒരു തേർഡ് പാർട്ടി ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളോട് തോന്നിയത്. അതുപോലെ തിരിച്ചും നിങ്ങൾക്കും അവരോട് തോന്നിയത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു മെൻ്റൽ, ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾക്കിടയിൽ കൂടുതലും എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലാതെ ഒരു ഫിസിക്കൽ നീഡ്സിനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നീഡ്സിന് വേണ്ടിയിട്ടുമല്ല ഈ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. 2 പേർക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ പല പ്രോബ്ലംസും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് അവർക്ക് ഇമോഷണലി അതുപോലെ മെൻ്റലി ഒരു സമാധാനമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുമ്പോഴാണ് നിങ്ങളുമായിട്ട് അവർ കണക്ഷൻ ആകുന്നതും. അത് അവർക്ക് വളരെയധികം ഒരു ആശ്വാസമായിരുന്നു. അതായത് അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം അവരിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സ്നേഹവും ഇഷ്ടവും ഒക്കെ വന്നു. പക്ഷേ അവർക്ക് അത് ഒരു ഭയം കൂടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിലുണ്ട്. അതായത് ഒരുപക്ഷെ അവർക്ക് ഫാമിലി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെയും അവരുടെ ഫാമിലിയെയും എങ്ങനെ ഒരുപോലെ കൊണ്ടുപോകാം എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ അല്ല അവർ നിങ്ങളെ കളിപ്പിക്കുന്നതാണോ, ഒരു ഫ്ലേട്ടിംഗ് എനർജി ഒക്കെ ആയിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഡെഫിനറ്റ്ലി ഒരിക്കലുമല്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ്. നമുക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൺസ്, കിങ് ഓഫ് വാൺസ്, ടെമ്പറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അവരുടെ മൈൻഡിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്നോ നിങ്ങളോട് ഒരു മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല അവർ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം കണ്ട് നിങ്ങളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കാരണം നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയെയും, അതായത് എന്താണോ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുവേണ്ടി അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാളെയും ഒരുപോലെയും എങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടുപേരെ ഒന്നിനു വേണ്ടി മറ്റൊരാളെ വിട്ടുകളയാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഫാമിലിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിനുള്ളൊരു കാരണം നിങ്ങളെ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു സോൾ കണക്ഷൻ, ഒരു ആത്മബന്ധം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരിക്കലും അവരെ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകൂ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത് അവരുടെ ഒരു എന്താ പറയുക, നമ്മളൊരു ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ ഒരു മെന്റൽ സപ്പോർട്ടൊക്കെയാണ് നിങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിനൊക്കെ ഒരു താങ്ങായിട്ടും ഓടി വന്ന് നമ്മളൊരു പറയില്ല, നമ്മൾ ഓടി വന്ന് നമുക്കൊരു സങ്കടം പറയാനും സന്തോഷം പറയാനും ഒക്കെ നമ്മളിൽ ഒരാളുണ്ടാകുന്നത് നമുക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. അതുപോലെയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നത്. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം അവർക്ക് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ സ്നേഹം പൂർണ്ണമായും നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകില്ല. അതായത് അവർക്ക് വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതൊരു കാണിക്കുന്നില്ല. പുറത്ത് അവർ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അത്രയും സ്നേഹം അവർ നിങ്ങളിൽ പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്ന അത്രയൊന്നും നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയൊന്നും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, എന്തിനാ വെറുതെ ഇതിൽ നിന്ന് നമ്മളുടെ സമയം കളയണ്ടേ എന്നൊക്കെ ചിന്തകളൊക്കെ നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടാകുക. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അവർ എംബറർ ഒരു എനർജിയിലാണ്. അതായത് അവരുടെ മനസ്സിൽ കടലോളം സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷെ അത് അവര് പുറത്ത് പ്രകടിപ്പിക്കില്ല. പറയില്ലേ, നമ്മള് ഒരു ഈഗോ ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് അങ്ങനെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു പ്രകടിപ്പിക്കുന്ന, അതുപോലെ പ്ലേഫുൾനെസ്, അതുപോലെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, നമ്മൾ ആഗ്രഹിക്കുന്ന രീതി നമ്മളിൽ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് ആകുന്നതായിരിക്കും. പക്ഷേ എംബറർ, അതുപോലെ കിങ് ഓഫ് കപ്സ് ഒക്കെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വളരെയധികം സ്നേഹം അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ അത് കരുതി നിങ്ങൾ അങ്ങനെ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ആത്മാർത്ഥതയോടുള്ള സ്നേഹം തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്ക് ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടിയത്, ഈ ഒരു ബന്ധം ഉണ്ടാകാൻ ഉള്ള യൂണിവേഴ്സ് അതായത് യൂണിവേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ കണക്ട് ആക്കിയത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാൻ പറ്റും ഒരു ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, മെന്റൽ അറ്റാച്ച്മെന്റ്, അതായത് നിങ്ങൾ കാരണം അവരുടെ ലൈഫിലും, അതുപോലെ അവർ കാരണം നിങ്ങളുടെ ലൈഫിലും
പല പല പോസിറ്റീവ് ചേഞ്ചസുകളും ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇപ്പോഴും ഉണ്ടാകാം, ഇനി ഫ്യൂച്ചറിലും ഉണ്ടാകും എന്നുള്ളത് 100% നമുക്ക് ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെന്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളിൽ ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എന്തായാലും നമ്മൾ എന്ത് ഒരു ഫിനാൻഷ്യലി ആയാലും കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ഫ്രീ ആയി നമ്മളെ മൈൻഡ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങൾ രണ്ടാളും ഈ ഒരു നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ട്. അത് കാരണം തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് വളരെയധികം നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് പോകും എന്നതാണ് എനിക്ക് പറയുന്നത്. അത് കരിയർ വൈസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ വൈസ് ആയിക്കോട്ടെ, അല്ല പേഴ്സണൽ ലൈഫിൽ ആയിക്കോട്ടെ, ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് വരെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു രോഗമുള്ള ഒരു നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും ചെറിയ രോഗങ്ങളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് മെൻ്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മൾ അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ഒക്കെ തരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെഡിസിൻ്റെയും ആവശ്യമില്ല. അവരുടെ ആ ഒരു സ്നേഹവും പരിചരണവും അവരുടെ ആ ഒരു വാക്കുകൾ മാത്രം മതി നമ്മളുടെ എല്ലാ രോഗങ്ങളും മാറാൻ വേണ്ടി. അതുപോലെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരിക്കലും നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താ പറയുക ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കോ പോകുകയില്ല. ചിലപ്പോൾ ചില സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾക്ക് അവരെ വിട്ടുകളയാനോ അവർക്ക് നിങ്ങളെ വിട്ടുകളയാനോ പറ്റില്ല. പാസ്റ്റ് ലൈഫ് മീൻസ് പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നതിന് മുന്നേ അവരുടെ ക്യാരക്ടർ വളരെ മോശമായിരിക്കാം. മോശം മീൻസ് അവർ ഫ്ലേട്ടിങ്ങും പല കണക്ഷൻസും കാര്യങ്ങളും, അതുപോലെ നിങ്ങൾക്കും പല റിലേഷൻഷിപ്സും കാര്യങ്ങളും ഫ്ലേട്ടിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എനിക്കറിയില്ല സിറ്റുവേഷൻ, ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇനി എങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. നമുക്കിവിടെ ടവർ കാർഡ്, അതായത് ടോട്ടലി അവരുടെ ആ ഒരു ക്യാരക്ടർ അവിടെ എൻഡ് ചെയ്ത് പുതിയൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള സമയത്ത് അവർ പുതിയൊരു വ്യക്തിയല്ല, പക്ഷെ ഇപ്പോൾ അവരൊരു പുതിയ വ്യക്തിയാണ്. അതായത് അവർക്ക് ഇനി മറ്റാരും വേണ്ട, അവരുടെ കംപ്ലീഷൻ നിങ്ങളാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഒരു നിങ്ങളെക്കാളും നല്ലൊരു വ്യക്തിയെ അവർക്ക് കിട്ടാനില്ല, അതുപോലെ തന്നെ അവരെക്കാളും നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്കും കിട്ടാനില്ല എന്നുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സോൾ കണക്ഷനാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പറയാനുണ്ടോ എന്നുള്ളത് നോക്കാം. വെഡ്ഡിങ്, ഓ മൈ ഗോഡ്. ഇനി ഇതിലപ്പുറം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് മാരേജ് പോസിബിൾ ആകുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് ഉണ്ടാകാം. അതല്ല, രണ്ടാമത്തെ സിനാരിയോ നമുക്ക് പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഒരു അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം കൂടുതൽ ആൾക്കാർ. അതായത് ഒരു വെഡ്ഡിങ് ഇൻവോൾവ്മെന്റ്, ഒരു മാരേജ് ഇൻവോൾവ്മെന്റ് നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. എന്തായാലും ഒരു വെഡ്ഡിങ് ഇവിടെ എനിക്കല്ല, നമ്മുടെ റൊമാൻസ് ഏഞ്ചൽസ് തന്ന ഗൈഡൻസ് ആണ് ഇവിടെ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അതല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് വെഡ്ഡിങ് പോസിബിൾ ആകാനുള്ള ചാൻസും ഉണ്ട്. അതായത് മാരേജ് പോസിബിൾ ആകുന്നവർക്ക് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്.
അല്ലാതെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയവർ വീണ്ടും പോയി മാരി ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഓക്കെ, മേ ബി നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി വെഡിങ്, അതായത് മാരീഡ് ആയ ആൾക്കാർ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കാണോ ഈ റീഡിങ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.